Okay. Ready? One. ഇത് വെളിക്ക് വെളിയിൽ പൊക്കൊണ്ട് വരാം. താഴേക്കുന്നത് 1, 2, 3. Hi. ഒരുപാട് ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി ഉണ്ട്. മാക്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വാട്ടർ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫി, ദെൻ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് വാട്ടർ ബലൂൺ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വാട്ടർമാൻ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുന്ന ഒരു രീതി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഫോട്ടോ എടുക്കുന്നത്, അതിനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്, അതിനുള്ള ക്യാമറയിൽ ചെയ്യേണ്ട സെറ്റിങ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകളിലും നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്യും. ക്രിയേറ്റീവായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസൊക്കെ നമ്മുടെ ഉണ്ടാവും. സോ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. വെൽക്കം ടു ഫുഡ് ഫോട്ടോ വർക്ക്. വാട്ടർ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വാട്ടർ ബലൂൺ ഫോട്ടോഗ്രാഫി, ഇത് രണ്ടായാലും നമ്മൾ ഫാസ്റ്റായിട്ടുള്ള ഒരു മോഷൻ അല്ലെങ്കിൽ വളരെ സ്പീഡായിട്ട് നടക്കുന്ന ഒരു സംഭവം, ഒരു ആക്ഷൻ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൂടിയ ഒരു ഷട്ടർ സ്പീഡ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ 1/800 അല്ലെങ്കിൽ 1/1000 എന്ന് പറയുന്ന ഒരു കൂടിയൊരു ഷട്ടർ സ്പീഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഷട്ടർ സ്പീഡ് ശ്രദ്ധിക്കുക, എക്സ്പോഷർ ശ്രദ്ധിക്കുക, ദെൻ അതിൻ്റെ ഫോക്കസ് ശ്രദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി ലെൻസിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിക്കോണിൻ്റെ തന്നെ 50mm 1.8 അപ്പർച്ചർ വരുന്ന ഒരു ലെൻസാണ്. ക്യാമറ സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന സെറ്റിങ്സ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുതരാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ കുറച്ച് ബലൂൺസ് നമ്മൾ 2-3 പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബലൂൺസ്, അതിൽ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. ദെൻ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സൺഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് വാട്ടർമാൻ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വാട്ടർ ബലൂൺ ഫോട്ടോഗ്രാഫി എന്നുള്ള ടെക്നിക്സ് എങ്ങനെയാണ്. അതിൻ്റെ ഒരു ചെറിയ ട്യൂട്ടോറിയലാണ് ഈ വീഡിയോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കുത്തുന്ന ആളുടെയും അതുപോലെ തന്നെ ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന ആളുടെ ടൈമിങ് കൃത്യമായിരിക്കണം. അപ്പോൾ നമ്മുടെ ഏകദേശം ടെക്നിക്ക് ഇതാണ്. നമ്മളിവിടെ ഒരു ബലൂണിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ളെന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് 70% വെള്ളം നിറച്ചു. അതിന് മുകളിൽ നമ്മളൊരു സൺഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഷട്ടർ സ്പീഡും അതിൻ്റെ ക്യാമറയുടെ സെറ്റിങ്ങും പറയുകയാണെങ്കിൽ ഷട്ടർ സ്പീഡ് 1/1000 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അപ്പർച്ചർ f2.2 ആണ് യൂസ് ചെയ്യുന്നത്. f2.2 ഇത് 50mm f1.8 അപ്പർച്ചറുള്ള ഒരു ലെൻസാണ്. ISO യൂസ് ചെയ്തിരിക്കുന്നത് ISO 100 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കാം. ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ഗ്ലൗസ് ആണ് വെള്ളം നിറച്ച് ഇട്ടിരിക്കുന്നത്. അതിൽ ജസ്റ്റ് പ്രിക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ റെഡി, 1, 2, റെഡി, 1 നോക്കാം. റെഡി, 1, 2, 3. One, 2, 3. ഹായ്. നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് വളരെ നൈസായിട്ട് പാളിപ്പോയി. കാരണം അതിനകത്ത് ആ ബലൂൺ പൊട്ടിയില്ല. 1, 2, 3. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ഇവിടെ നോക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ടൈമിംഗ് ആണ്. അതായത് നമ്മൾ ആ ബലൂണിൽ ക്ലിക്ക് ചെയ്യുന്ന അതേ ടൈം തന്നെ നമ്മൾ ഷട്ടർ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ അതേ സമയം തന്നെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. 2, 3.
3. Ready? 2, 3. 2, 3. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. അതിനകത്ത് കുറച്ച് ഫോട്ടോസ് ശരിയായിട്ടുണ്ട്, ബാക്കിയുള്ളത് ജസ്റ്റ് ഫെയിലിയറായി. അപ്പോൾ ഈ ഫാസ്റ്റായിട്ട് ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ടൈമിംഗ് ആണ്. അതായത് ഈ ബലൂൺ പ്രിക്ക് ചെയ്യുന്ന ആളുടെയും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന ആളുടെയും ടൈമിംഗ് ഒരുപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം സെയിം ആയിട്ടുണ്ട്. നമ്മളെടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് പ്രശ്നം പറ്റിയെന്ന്. എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ മറ്റൊരു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയലുമായിട്ട് നമുക്ക് കാണാം. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ.